ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമുക്ക് സ്പെക്ട്രോസ്കോപ്പി നോക്കാം. എന്താണ് സ്പെസിമെനെ സ്റ്റഡി ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കോമ്പോസിഷൻ, സ്ട്രക്ചർ, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ഒക്കെ പറയുന്നത്. സ്പെക്ട്രോസ്കോപ്പിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് വേവ് ലെങ്തിന്റെ ബേസിസിൽ വേവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഷോർട്ടർ വേവ് ലെങ്ത് വരുന്നത് ലെഫ്റ്റ് സൈഡിലും, ലാംഡ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് ഇങ്ങോട്ട് പോകുന്തോറും വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഗാമാറേ, എക്സ്റേ, അൾട്രാവയലറ്റ്, അതുപോലെ വിസിബിൾ റേഞ്ചിലുള്ളതുണ്ട്. അതാണ് ഹ്യൂമൻ ഐസിന് വിസിബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇൻഫ്രാറെഡ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത് റേഡിയോ വേവ്സിനാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ എനർജിയാണ്. എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ന്യൂ, എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും. ഇതിൽ എച്ച് ന്യൂന് നമുക്ക് സി ബൈ ലാംഡ ഫ്രീക്വൻസി വേവ് ലെങ്ത്തിന്റെ ടേമിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് വരുന്നത് 1 ലാംഡ. വേവ് ലെങ്ത് ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വേവ് ലെങ്ത് കുറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എനർജിയും ഹൈ ആണ്, ഫ്രീക്വൻസിയും ഹൈ ആണ്. അതേസമയം ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഹൈ ആയിരിക്കുന്ന സ്ഥലത്ത് ലോവർ എനർജി ആയിരിക്കും, ലോവർ ഫ്രീക്വൻസി ആയിരിക്കും. ഈ ഓരോ പർട്ടിക്കുലർ വേവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത്സ് നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. സ്പെക്ട്രോസ്കോപ്പിയിലത്തെ ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളത് UV വിസ് സ്പെക്ട്രോസ്കോപ്പി ആണ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് UV റേസ് അല്ലെങ്കിൽ വിസിബിൾ റേസ് യൂസ് ചെയ്തിട്ടാണ് സ്പെക്ട്രോസ്കോപ്പി ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് UV അല്ലെങ്കിൽ വിസിബിൾ റേഞ്ചിലുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു സോഴ്സ് ഉണ്ടായിരിക്കും. സോഴ്സ് എന്ന് വരുന്ന ലൈറ്റ് നമ്മൾ മോണോക്രമേറ്റർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് കൂടെ എൻട്രി സൈഡിലും എക്സിറ്റ് സൈഡിലും ഓരോ സ്ലിറ്റുകൾ ഉണ്ടായിരിക്കും. ഈ എൻട്രി സൈഡിലെ സ്ലിറ്റ് വഴിയാണ് ലൈറ്റ് എൻറ്റർ ചെയ്യുന്നത്. എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ പ്രിസത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഡിസ്പേർഷൻ സംഭവിച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് റേസ് ആയിട്ട് മാറും. അതിൽ ഒരു പെർട്ടിക്കുലർ റേ മാത്രമാണ് എക്സിറ്റ് സ്ലിറ്റിൽ കൂടെ എക്സിറ്റ് ചെയ്ത് വരിക. ആ വരുന്ന ബീമിനെ ബീം സ്പ്ലിറ്റർ യൂസ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ രണ്ട് റേസും ഐഡന്റിക്കൽ ആണ്. അതില് അടുത്ത സെക്ഷൻ വരുന്നത് സാമ്പിൾ കമ്പാർട്ട്മെന്റ് ആണ്. സാമ്പിൾ കമ്പാർട്ട്മെന്റിൽ ഒരെണ്ണം നമ്മൾ റെഫറൻസ് സെല്ല് യൂസ് ചെയ്തിട്ടുണ്ടാവും, റെഫറൻസ് സെല്ല് വെച്ചിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ സെല്ല് എന്ന് പറയുന്നത് സാമ്പിൾ സെല്ലാണ്. ഈ സാമ്പിൾ സെല്ലിലേക്കാണ് നമ്മുടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിള് അല്ലെങ്കിൽ സ്പെസിമൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളിടത്തും ഒരു ഡിറ്റക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ സാമ്പിൾ സെല്ലിന്റെ ഭാഗത്തും ഒരു ഡിറ്റക്ടർ ഉണ്ടാവും. ഈ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ഇന്റൻസിറ്റി ആണ് I എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. റെഫറൻസിന്റെ ആവുമ്പോൾ നമ്മൾ സാധാരണ 0 എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെഫറൻസ് സെല്ലിന്റെ വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ I0 എന്ന് എടുക്കുകയാണ്. സാമ്പിൾ സെല്ലിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ I/I0 × 100 ആണ് നമ്മുടെ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ്, അതായത് ഇവിടുത്തെ പാരാമീറ്റർ. ഈ ഒരു ഗ്രാഫ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിയർ ലാംബേർട്സ് ലോ പഠിക്കാനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിയർ ലാംബേർട്സ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുറച്ച് വാല്യൂസ് വെച്ചിട്ടുള്ള ഈ ഗ്രാഫും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, സിമ്പിൾ ആണ്. സംഭവം മനസ്സിലാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. സാമ്പിൾ സെല്ലിലേക്ക് സാമ്പിൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കണ്ടീഷനാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I=I0 ആയിരിക്കും. 0 കോൺസെൻട്രേഷൻ ആയിരിക്കുന്ന സമയത്ത് 100% ആണ് നമ്മുടെ ട്രാൻസ്മിറ്റൻസ് വരുന്നത്. അതിനുശേഷം ലെറ്റ്സ് സേ ഒരു സാമ്പിൾ കോൺസെൻട്രേഷൻ X എന്നുള്ള സാമ്പിൾ കോൺസെൻട്രേഷൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I0/2 ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് 100 അതിന്റെ ഹാഫ് ആയിട്ടുണ്ടാവും, 100 50%ലേക്ക് വന്നിട്ടുണ്ടാവും. വീണ്ടും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്തിരുന്നതിന്റെ 2 times കോൺസെൻട്രേഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ ഇന്റൻസിറ്റി വീണ്ടും ഇപ്പൊ ഉള്ളത്, അതായത് I0/2 ഹാഫ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ I0/4 ആയിട്ടുണ്ടാവും. അതിന്റെ നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ I/I0 × 100% ട്രാൻസ്മിറ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് 50 ഹാഫ് ആയിട്ടുള്ള 25 വരും. അത് കഴിഞ്ഞ് വീണ്ടും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഫോമിലുള്ള ഗ്രാഫാണ്. അത് നമ്മൾ ഏതൊക്കെ തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ എക്സ്പോണൻഷ്യൽ ബിഹേവിയർ ഉള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ലീനിയർ സ്കെയിലിലേക്ക് മാറ്റണം. അങ്ങനെ ലീനിയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സോർബൻസ് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അബ്സോർബൻസ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഈ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാഫ് കൺവേർട്ട് ചെയ്ത് ഇതുപോലെ ലീനിയർ ആയിട്ട് മാറുകയാണ്. അപ്പൊ ലീനിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസിനും സ്റ്റഡീസിനും ഒക്കെ എളുപ്പമാണ്, കുറച്ചും കൂടി ഈസിനെസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ബിയർ ലാംബേർട്സ് ലോയിലേക്ക് വരാം. ബിയർ ലാംബേർട്സ് ലോ അല്ലെങ്കിൽ ബിയേഴ്സ് ലോയില് ഡിസ്ക്രൈബ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ബൈ എ മെറ്റീരിയൽ പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ബിയേഴ്സ് ലോ റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ കേസിൽ നമ്മൾ ഇതായിരുന്നു പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസിന്റെ റേഷ്യോ എടുത്തിട്ടുണ്ടായിരുന്നത് I/I0 എന്ന് പറയുന്നതായിരുന്നു. അതിന്റെ നെഗറ്റീവ് ലോഗരിതം എടുത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അബ്സോർബൻസ് കിട്ടിയത്. ഇനി വേറൊരു ഇക്വേഷൻ ബിയേഴ്സ് ലോ വെച്ചിട്ട് അബ്സോർബൻസിനുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് വരുന്ന അബ്സോർബൻസിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. A = എപ്സിലോൺ CL എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് അബ്സോർബൻസ് ആണ്, അതിന് യൂണിറ്റ് ഇല്ല, ഡൈമെൻഷൻലെസ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, അത് നോട്ട് ചെയ്ത് വെക്കുക. എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് ആണ്, അതിന്റെ യൂണിറ്റ് ലിറ്റർ/മോൾ/സെന്റിമീറ്റർ എന്നുള്ളത് നോക്കി വെക്കാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് അബ്സോർബിങ് സ്പീഷീസ് നമ്മൾ എത്രയാണ് കോൺസെൻട്രേഷൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പെസിമെനിന്റെ എന്നുള്ളതാണ്. അതാണ് മോൾ/ലിറ്ററിലാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. അതിനുശേഷം ഒരു ടേമും കൂടി ഉള്ളത് അതിന്റെ പാത്ത് ലെങ്ത് ആണ്, സാമ്പിളിന്റെ പാത്ത് ലെങ്ത് ആണ്. അത് നമ്മൾ യൂഷ്വലി സെന്റിമീറ്ററിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഈ ഒരു റിലേഷനും അതുപോലെ തന്നെ ഓരോന്നിന്റെയും യൂണിറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. UV അല്ലെങ്കിൽ വിസ് സ്പെക്ട്രോസ്കോപ്പിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെറ്റീരിയൽസ് അതിൻ്റെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ട് ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോണിക് എനർജി സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ ലോവർ എനർജി ലെവലും ഹയർ എനർജി ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് റേഡിയേഷന് മാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിലാണ് നമ്മുടെ ഇലക്ട്രോൺസിന് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടുത്തെ മെക്കാനിസം വരുന്നത്. സഫിഷ്യന്റ് എനർജി ഉള്ള ഫോട്ടോൺ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും അബ്സോർപ്ഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ അബ്സോർബൻസ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ സാമ്പിൾ. സാമ്പിളിൽ നമ്മൾ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അബ്സോർബൻസും ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ സ്പെക്ട്രോമീറ്റർ മെഷർ ചെയ്യുന്നത് UV അല്ലെങ്കിൽ വിസിബിൾ റേഞ്ചിലുള്ളതായതുകൊണ്ടാണ് നമ്മൾ UV അല്ലെങ്കിൽ വിസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് ഇതിനെ പറയുന്നത്. ഈ ഇലക്ട്രോണിക് ട്രാൻസിഷനെ പറ്റി നമ്മൾ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് എനർജി ലെവൽ ആയിട്ടുള്ള വാലൻസ് ഷെല്ലിൽ മാത്രമാണ് നമ്മൾ ഇൻട്രസ്റ്റഡ്. ഈ ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മുടെ എക്സൈറ്റേഷൻ അതിൽ ഭാഗമാവുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഉള്ളിൽ ഏത് എനർജി ലെവലാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ വാലൻസ് ഷെൽ എനർജി ലെവൽ മാത്രമാണ് നമ്മുടെ കൺസേണിലുള്ളത്. അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഹോമോ എന്ന് വിളിക്കുന്നത്. ഹോമോ, ഈ ടേംസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഹോമോ എന്ന് പറയുന്നത്, അത് കൂടാതെ അതിനേക്കാൾ ഹയർ എനർജി വരുന്ന അടുത്ത ലെവലാണ് ലോവസ്റ്റ് അൺഓക്യുപ്പൈഡ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽ അഥവാ ലൂമോ എന്ന് പറയുന്നത്. ലൂമോക്കാണ് ഒബ്വിയസ്ലി ഹോമോയേക്കാളും എനർജി കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ ഹോമോയിലുള്ള ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ലൂമോയിലേക്ക് പോകുന്നത്. ഈ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ, അതായത് ഈ ഫോട്ടോൺ വന്ന് വീഴുമ്പോൾ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഹോമോയിലുള്ള ഇലക്ട്രോൺസ് ആണ് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് പോകുന്നത്. എനർജി ലെവൽസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ബോണ്ട് ഉണ്ടാവാം, ഡബിൾ ബോണ്ട് ഉണ്ടാവാം, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവാം. അപ്പൊ നമുക്ക് സിഗ്മ ബോൺസ് ഉണ്ടാവാം, പൈ ബോൺസ് ഉണ്ടാവാം. സിഗ്മേനേക്കാളും കുറച്ചും കൂടി എനർജി കൂടുതലുള്ളത് പൈ ബോൺസ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ സിഗ്മ എനർജി ലെവലിനേക്കാളും കൂടിയിട്ടുള്ളതാണ് പൈ ലെവലിന്റെ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് കാണിച്ചിട്ടുള്ളത്, ഹോമോ. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ അഥവാ ആന്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിട്ടുള്ള സിഗ്മ സ്റ്റാർ പൈ സ്റ്റാറിലേക്കാണ് നമ്മുടെ ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടക്കുന്നത്. പിന്നെ ഇടയിൽ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവലും കൂടെ വരുന്നുണ്ട്, അതാണ് നോൺ ബോണ്ടിങ്. ഇവിടെയാണ് നമ്മുടെ ലോൺ പെയർ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എനർജി ലെവൽ, ഇലക്ട്രോണിക് എനർജി ലെവൽസും ട്രാൻസിഷൻസും വരുന്നത്. അപ്പൊ ട്രാൻസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മേത് സിഗ്മ സ്റ്റാറിലേക്ക് ആവാം, പൈന്ന് പൈ സ്റ്റാറിലേക്ക് ആവാം, സിഗ്മേന്ന് പൈ സ്റ്റാറിലേക്ക് ആവാം. പിന്നെ വരുന്നത് എന്നുമായിട്ട്, അതായത് നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് എന്നിന്ന് പൈ സ്റ്റാറും എന്നിന്ന് സിഗ്മ സ്റ്റാറും. ഇത്രയും ട്രാൻസിഷൻസ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിന്റെ ടോപ്പിക്കിന്റെ അണ്ടറിൽ. നമ്മുടെ സിലബസിൽ നമുക്ക് 2 പോളിമേഴ്സിന്റെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പറയുന്നത് 1,3-ബ്യൂട്ടാഡൈൻ ആണ്. അപ്പോൾ 1,3-ബ്യൂട്ടാഡൈൻ്റെ കേസിൽ എന്താണ് സെനാരിയോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. 1,3-ബ്യൂട്ടാഡൈൻ്റെ കേസിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് കാർബണിന്റെ മുകളിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ 1,3-ബ്യൂട്ടാഡൈൻ ഈൻ വരാൻ കാരണം ഡബിൾ ബോണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. വിത്ത് ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബോണ്ട് സിഗ്മയും ഒരു ബോണ്ട് പൈയും ആയിരിക്കും. ഇവിടുത്തെ ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മയും ഒരു പൈയും ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ പൈ ബോൺസ് എന്ന് പറയുന്നത് 1, 2 പൈ ബോൺസും ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് 2 ഇലക്ട്രോൺസ് ആണ്, അല്ലെ? പൈ ഇലക്ട്രോൺസിന്റെ നമ്പർ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പർ ഓഫ് പൈ ബോൺസ് ഇൻറ്റു 2 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? 4 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 4 പൈ ഇലക്ട്രോൺസ് ട്രാൻസിഷൻ ഇവിടെ വരുന്നത് പൈ ടു പൈ സ്റ്റാർ ആണ്. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ആണ് ഉണ്ടാവുന്നത്. പൈ ഓർബിറ്റലിന്റെ ഹോമോ ഓർബിറ്റലിൽ നിന്ന് പൈ സ്റ്റാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ലൂമോ ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസ് എനർജി ആക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോൺസിന്റെ എനർജി ആക്സെപ്റ്റ് ചെയ്തിട്ട് ട്രാൻസിഷൻ നടക്കുകയാണ്. ഇതിൽ ചെയ്യുന്നത് 1,3-ബ്യൂട്ടാഡൈനിൽ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പോൾ ട്രാൻസിഷൻ റിസൾട്ട്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് അറൌണ്ട് 217 നാനോമീറ്റർ ഇൻ UV സ്പെക്ട്രം. അത് UV സ്പെക്ട്രത്തിന്റെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് ഇത് UV സ്പെക്ട്രോസ്കോപ്പിയുടെ അണ്ടറിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത് മെൻഷൻ ചെയ്ത പോളിമർ ഏതാന്ന് നോക്കാം. രണ്ടാമത് മെൻഷൻ ചെയ്തിട്ടുള്ളത് 135 ഹെക്സട്രീൻ ആണ്. 135 ഹെക്സട്രീനിൽ കാർബൺസിനെ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1, 3, 5 ഈ കാർബൺസുമെയാണ് നമുക്ക് ഡബിൾ ബോണ്ട് വരുന്നത്.
ഇവിടുത്തെ കേസിൽ നമുക്ക് എത്ര പൈ ബോൺസ് ഉണ്ട് നോക്കുകയാണെങ്കിൽ 3 എണ്ണമാണ്. ഇവിടെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും വെച്ചിട്ടാണല്ലോ വരിക. അപ്പോൾ 1 2 3 3 ഡബിൾ ബോണ്ട് ഉള്ള കേസിൽ പൈ ബോൺസ് അപ്പോൾ എത്ര എണ്ണം വന്നു? 3 എണ്ണം. ഇനി പൈ ഇലക്ട്രോൺസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ പൈ ബോൺസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇവിടെയും നടക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് പൈ ടു പൈ സ്റ്റാർ തന്നെയാണ്. മറ്റേതിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടത്തെ കേസിൽ നമുക്ക് 3 ഡബിൾ ബോൺസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് കോൺജുഗേഷൻ എന്ന് പറയുന്ന ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ഡബിൾ ബോണ്ടിന്റെ കേസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡബിൾ ബോൺസ് നമുക്ക് ഓരോ ഇൻസ്റ്റന്റിലും മാറി മാറി വരാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡീലോക്കലൈസേഷൻ ഓഫ് കോൺജുഗേറ്റഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ 1,3 ബ്യൂട്ടാഡൈൻ്റെ കേസിൽ 2 പൈ ബോൺസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ കേസിൽ 3 പൈ ബോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിഗ്രി ഓഫ് ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹോമോയും ലൂമോയും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1,3 ഹെക്സട്രീനിൽ 1,3 ബ്യൂട്ടാഡൈനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്, ലെസ്സറാണ്. ഇവിടത്തെ അബ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ലോങ്ങർ വേവ് ലെങ്ത്തിലാണ്. 217 ആയിരുന്നു നേരത്തെ, ഇവിടെ 258 നാനോമീറ്ററിലാണ് നമ്മുടെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കാം. ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ നമ്മൾ UV അല്ലെങ്കിൽ വിസ് സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിലും, അതായത് കോൺസെൻട്രേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ, ബയോകെമിസ്ട്രി, എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആയിട്ട് ഐഡന്റിഫൈ സബ്സ്റ്റൻസസ് ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഫാർമസ്യൂട്ടിക്കൽസിൽ പ്യൂരിറ്റി ടെസ്റ്റിങ്ങിനും ഡ്രഗ് റിലീസ് മോണിറ്ററിങ്ങിനും ഒക്കെ യൂസ് ചെയ്യും. ബയോളജിക്കൽ സ്റ്റഡീസിൽ DNA, RNA തുടങ്ങിയിട്ടുള്ളതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ, എൻവയോൺമെന്റൽ മോണിറ്ററിങ്ങിന് വാട്ടർ എയർ പൊല്യൂട്ടൻസിനെ മോണിറ്റർ ചെയ്യാൻ. പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോൾ ഓഫ് അഡിറ്റീവ്സ് ആൻഡ് ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ഫീൽഡിലാണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ സയൻസ്, ഫോറൻസിക്സ്, അതുപോലെ തന്നെ റിസർച്ച്, അതിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ വിസ് സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയാണ്. IR റേഡിയേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ലാക്സ് ദ എനർജി ടു എക്സൈറ്റ് ഇലക്ട്രോൺസ്. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിക്കാനുള്ള അത്ര എനർജി ആർക്കില്ല, ഈ ഇൻഫ്രാറെഡ് റേസിനില്ല. പക്ഷേ അത് എന്തുണ്ടാക്കും? ഇറ്റ് കോസസ് വൈബ്രേഷണൽ എക്സൈറ്റേഷൻ. കോവാലന്റ്ലി ബോണ്ട് ആറ്റംസും ഗ്രൂപ്പ്സിന്റെയും വൈബ്രേഷണൽ എക്സൈറ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ടേം നോക്കി വയ്ക്കുക, വൈബ്രേഷണൽ എക്സൈറ്റേഷൻ. ഓരോ മോളിക്യൂളിന്റെയും വൈബ്രേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐഡന്റിഫിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ IR സ്പെക്ട്രത്തില് IR ഇന്റൻസിറ്റിയും വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള പ്ലോട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മെയിൻ IR സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ് ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് മോളിക്കുലാർ വൈബ്രേഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ആണ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വൈബ്രേഷൻസ്. നമ്മൾ രണ്ട് സൈഡിലെയും ആറ്റംസിനെ ഒരുപോലെയാണ് സ്ട്രെച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് സിമെട്രിക്കൽ സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഓരോന്നിനെയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബെൻഡിങ് വൈബ്രേഷൻസ് ആണ്. ബെൻഡിങ് വൈബ്രേഷൻസിന്റെ കേസിൽ സിസേഴ്സിന്റെ കേസിൽ നമ്മൾ ആലോചിക്കുക, ക്ലോസ് ടു ഈച്ച് അതർ ആണ് മൂവ്മെന്റ് നടക്കുന്നത് അല്ലെ, സിസറിങ്ങിന്റെ കേസിൽ. അതുപോലെ തന്നെയായിരിക്കും ഇവിടുത്തെ കേസിലും. അതുകൊണ്ടാണ് അതിന് ആ നെയിം തന്നെ വന്നിട്ടുള്ളത്, സിസറിങ് എന്നുള്ളത്. നമ്മുടെ ആറ്റംസ് രണ്ടും ടുവേർഡ്സ് ഈച്ച് അതർ ആണ് ബെൻഡ് ചെയ്യുന്നത്. അതേസമയം ഈ രണ്ട് ആറ്റംസും ഒരേ ഡയറക്ഷനിലാണ് ബെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ബെൻഡിങ് വൈബ്രേഷനെയാണ് നമ്മൾ റോക്കിംഗ് എന്ന് പറയാം. ഇത് രണ്ടും ഇൻ പ്ലെയിൻ വൈബ്രേഷൻസ് ആയിരുന്നു. ഇനി ഔട്ട് ഓഫ് പ്ലെയിൻ ആയിട്ടുള്ള വൈബ്രേഷൻ ആണ്. ഈ ഒരു ആറ്റം നമ്മുടെ അടുത്തേക്ക് വരുന്നു, ഈ ഒരു ആറ്റം അകലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ആറ്റം അകലേക്ക് പോകുന്നു, ഈ ഒരു ആറ്റം നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ള ഫോമില് മാറി മാറിയാണ് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാഗിങ്ങിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റംസും ഒരുപോലെ, രണ്ടും ഒരുമിച്ച് പോപ്പപ്പ് ചെയ്യുക. ഈ രണ്ട് ആറ്റംസ് ആണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മൂവിങ് away from us together and moving towards us together. ആ കേസിലാണ് നമ്മൾ വാഗിങ് എന്ന് പറയുന്നത്. നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ് നോക്കാം. ആപ്ലിക്കേഷൻസിൽ ഏറ്റവും മെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മോളിക്കുലാർ ക്യാരക്ടറൈസേഷനിൽ വരുന്ന അനാലിസിസ് ഓഫ് പ്രോട്ടീൻസ്, സാമ്പിൾസ്. ഇത് ഏത് സ്റ്റേറ്റിലുള്ളതാണെങ്കിലും, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണെങ്കിലും നമുക്ക് അനാലിസിസ് പോസിബിൾ ആണെന്നുള്ളത് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഡിസീസസ് കാരണം മോളിക്കുലാർ ചേഞ്ചസ് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമ്മൾ ഈ IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യും. കീ ഫീച്ചേഴ്സിൽ ഇത് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. സാമ്പിൾ എന്ന് പറയുന്നത് പ്രിസർവ്ഡ് ആണ് അനാലിസിസിന്റെ ടൈമിൽ. രണ്ടാമത്തെ കീ ഫീച്ചർ എന്ന് പറയുന്നത് വൈഡ് ആപ്ലിക്കബിലിറ്റി ആണ്. നേരത്തെ പറഞ്ഞ പോലെ സോളിഡ്സിൽ യൂസ് ചെയ്യാം, ലിക്വിഡ്സിൽ യൂസ് ചെയ്യാം, ഗ്യാസസിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആയിട്ടുള്ള രണ്ട് അനാലിസിസിനും വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷനൊക്കെ ആണെങ്കിലും കോൺസെൻട്രേഷൻ ഇൻഫോർമേഷൻ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം മോഡ്സ് ഓഫ് വൈബ്രേഷൻ നോക്കാം. മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മോളിക്യൂളിൻ്റെയാണ് പഠിക്കാൻ അവർ തന്നിട്ടുള്ളത്, CO2 ആൻഡ് H2O, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും. CO2 എന്ന് പറയുന്നത് ലീനിയർ മോളിക്യൂളാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, ലീനിയർ മോളിക്യൂൾ ആണ്. വൈൽ H2O എന്ന് പറയുന്നത് നോൺ ലീനിയർ മോളിക്യൂൾ ആണ്. അതിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ വരുന്നത് മോഡ്സ് ഓഫ് വൈബ്രേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ ടോട്ടൽ 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ് ഉണ്ടാവുക. ഒരെണ്ണം സിമെട്രിക് സ്ട്രെച്ചിങ്ങും ഒരെണ്ണം അസിമെട്രിക് സ്ട്രെച്ചിങ്ങും. നമ്മൾ സ്ട്രെച്ചിങ്ങിന്റെ കേസിൽ വൈബ്രേഷൻസ്, ടൈപ്സ് ഓഫ് വൈബ്രേഷണൽ മോഷൻസിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെച്ചിങ്. ആ സ്ട്രെച്ചിങ്ങിൽ വരുന്ന സിമെട്രിക്കും അസിമെട്രിക്കും കാർബൺ ഡൈ ഓക്സൈഡിന് വരുന്നുണ്ട്. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആണ്, അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് IR ആക്റ്റീവ് ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ പിന്നെ ഉള്ളത് ബെൻഡിങ് ആണ്. രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഇൻ പ്ലെയിനും വരുന്നുണ്ട്, ഔട്ട് ഓഫ് പ്ലെയിനും വരുന്നുണ്ട്. അതും IR ആക്റ്റീവ് ആണെന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ വാട്ടറിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്. കൂടാതെ ബെൻഡിങ്ങിൽ വരുന്നത് സിസറിങ് ആണ്. ഈ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അറിയാം ഇത് രണ്ടും ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ സിസറിങ് എന്ന് നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈബ്രേഷണൽ മോഷന്റെ 3 മോഡ്സ് ആണ് വാട്ടറിൽ വരുന്നത്. അടുത്തത് വരുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് നമുക്ക് നോക്കാം. എത്തനോളിന്റെ കേസിൽ വരുന്നത്, അതായത് CH3CH2OH എത്തനോളിന്റെ കേസിൽ വരുന്ന സ്ട്രക്ചർ നമ്മൾ ബോണ്ടിങ്സ് ഒക്കെ കാണിച്ച് വരികയാണെങ്കിൽ ഈ ഒരു മോളിക്യൂളാണ് എത്തനോൾ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് എത്തനോളിന്റെ തന്നെ വേറൊരു മോളിക്യൂൾ എടുത്തിട്ടുള്ളതാണ് ഇത്. ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത് കണ്ടോ ഇവിടെ. ഇതാണ് ഇന്റർമോളിക്കുലാർ, മോളിക്യൂൾസിന്റെ ഇടയിൽ വരുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ ഇതുപോലെ രണ്ട് സെപ്പറേറ്റ് മോളിക്യൂൾസിന്റെ ഇടയിൽ വരുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാരണം വരുന്ന ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്.
അതേസമയം രണ്ട് മോളിക്യൂൾ അല്ലാതെ സെയിം മോളിക്യൂളിൽ തന്നെ, അതായത് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാലിസിലിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാരണം ഈ ഒരു മോളിക്യൂളിന്റെ ഈ ഒരു കോവാലന്റ് ബോണ്ട് അല്ല ഇതെന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാരണം നമുക്ക് ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ ഒറ്റ മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെയും ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെയും ഡിറ്റക്ഷന്റെ കേസിൽ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.